കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശമാണ് MES പ്രസിഡന്റ് ഫസൽ ഗഫൂറിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ ശ്രീമതി VP സുഹറ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം ശ്രീമതി VP സുഹറ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, പണ്ട് മാറു മറയ്ക്കാനായിരുന്നു സമരമെങ്കിൽ ഇപ്പോൾ മാറു കാണിക്കാനാണ് സമരം. അമിതമായ പാശ്ചാത്യവൽക്കരണം ഒന്നും വേണ്ട, പൂർവികർ ജീവിച്ചതുപോലെ അങ്ങ് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ഉത്തരവ് പോലെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന പരാമർശമുള്ളത്. അതും വളരെ പരസ്യമായ ഒരു പൊതുവേദിയിലാണ് ഈ പരാമർശം നടത്തിയിട്ടുള്ളതും എന്നത് ശ്രദ്ധേയമാണ്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? എനിക്ക് പറയാനുള്ളത്, വിദ്യാസമ്പന്നരായ ആളുകൾ തന്നെ ഇങ്ങനെ പറയുമ്പോ, ഇത് ഈ പ്രായം കൂടി വരുമ്പം സ്ത്രീകളുടെ അവയവങ്ങളെ കുറിച്ച് പറഞ്ഞ് ഒരു സംതൃപ്തി നേടുന്ന ഒരു മാനസിക രോഗികൾ ഈ സമൂഹത്തിലുണ്ട് ഒരുപാട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ താലിബാന്റെ ബാധ കൂടിയിട്ടുണ്ടാവും. സ്ത്രീകളെ അവർക്കെന്തിനാണ് കാലും മുഖവും മറക്ക് നോക്കാൻ നിൽക്കുന്നത്? ഇവർക്ക് നോക്കുന്നത് കൊണ്ടല്ലേ ഇവര് വസ്ത്രധാരണ, സ്ത്രീകളുടെ വസ്ത്രധാരണയെ കുറിച്ച് എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്നു. പുരുഷന്മാരെ വസ്ത്രധാരണയെ കുറിച്ച് ആരും ചർച്ച ചെയ്യാറുമില്ല. അതേ സ്ഥാനത്ത് ഈ സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടി മാത്രം ഈ വിദ്യാസമ്പന്നരായ ആളുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞ കഷ്ടമല്ലാതെ എന്താ പറയേണ്ടത്? സ്ത്രീകളെ മാറിടങ്ങളിൽ ഇവരെന്തിനാണ് കാലിന്റെ മുകളിലും മാറിടത്തൊക്കെ ഇവരെന്തിനാണ് നോക്കുന്നത്? അവരെ സ്വതന്ത്രമായി വിട്ടൂടെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ലക്ഷ്മണൻ സീതയെ കൊണ്ടുപോയിട്ട് കാൽപാദത്തിന്റെ മുകളിൽ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് എന്താണ് ഇവരൊക്കെ വിചാരിക്കുന്നത്? സ്ത്രീകളെ വസ്ത്രധാരണം, സ്ത്രീകളെ പറ്റി എന്ത് പറയാനാണോ? ഏത് സമയം നോക്കുമ്പോൾ സ്ത്രീകളെ വസ്ത്രധാരണം, സ്ത്രീകളെ മാറി മറക്കുന്നുണ്ടോ, മാറി മറക്കുന്നില്ല. ഇതൊക്കെ എന്തിനാണ്? ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവരൊക്കെ ഇവിടെ എന്താണ് ഇസ്ലാമിക ഭരണമാണോ നടത്താൻ പോണത്? മനുഷ്യന്മാർക്ക് പറയാൻ പറ്റുന്നില്ല. ലജ്ജ തോന്നാണ് ഇവരൊക്കെ ഈ സമുദായത്തിൽ ജനിച്ചല്ലോ എന്ന് വിചാരിച്ച് ലജ്ജ തോന്നാണ് ഇവരൊക്കെ ഈ സംസാരം കേൾക്കുമ്പോൾ. ഒരു സമുദായത്തെ ഇങ്ങനെ അപമാനിക്കലുണ്ടോ? ഒരു സദസ്സിൽ വെച്ചിട്ട് എത്രയോ സ്ത്രീകൾ പെൺകുട്ടികളെ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്താ പറയേണ്ടത്? അതാണ് ശ്രീമതി VP സുഹറ. അതായത് അധ്യാപകർ ഉള്ള അവരുടെ ഒരു വേദിയിലാണ് ഈ തരത്തിലുള്ള പരാമർശം നടത്തിയത്. അതും അവരെ കൈചൂണ്ടി കാണിച്ചുകൊണ്ടാണ് ഈ പരാമർശം നടത്തുന്നത് എന്നുള്ളതാണ് ഏറെ ഖേദകരം. ഇത്തരത്തിൽ നമ്മൾ പുരോഗമനമായി ഓരോ ദിവസവും ചിന്തിക്കണമെന്നും പെരുമാറണമെന്നും കരുതുമ്പോൾ, അത്തരത്തിലുള്ള പ്രവൃത്തികളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നോട്ട് നടക്കാൻ ആഹ്വാനം ചെയ്യാനൊക്കെ ഇവർക്ക് എവിടെ നിന്നാണ് ധൈര്യം ലഭിക്കുന്നത്? മാനസിക രോഗങ്ങളാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ ഒരു തരം മാനസിക രോഗം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ രാജ്യത്ത് ചർച്ച ചെയ്യാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, എന്തൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അനാവശ്യമായിട്ട് സ്ത്രീകളെ കാല് പുറത്ത് കാണുന്നുണ്ട്, കൈ പുറത്ത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ എന്നാ പിന്നെ ചെറുപ്പം മുതലേ എല്ലാരും ഒരേപോലെ പർദ്ദയും ധരിച്ച് നടക്കട്ടെ. ഇത് താലിബാനിലും കൂടി ഇങ്ങനെ പറയുന്നുണ്ടാവില്ലെന്ന് ഞാനിപ്പം വിചാരിക്കുന്നത്. ഇത് ഓരോരുത്തരായിട്ട്, അതും വിദ്യാസമ്പന്നരായ ആളുകൾ, ഇത് ഓരോരുത്തരും മാറി മാറി. എനിക്കറിയാം ഈ ചില പുസ്തകന്മാരൊക്കെ തന്നെ ഈ സ്വർഗത്തിലെ ഹൂറികളെ പറഞ്ഞിട്ട് ഹൂറികളെ സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോ ഇതേപോലെ കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറെ പ്രസംഗങ്ങൾ എനിക്ക് ഓരോരുത്തർ അയച്ചു തീർക്കുന്നുണ്ട്. അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയാത്തത്. എന്തൊരു കഷ്ടാണ് മാറമറക്കൽ സമരം. അത് ഏത് കാലഘട്ടത്തിലാണ് മാറമറക്കൽ സമരം കഴിഞ്ഞത്? അതും ഇതുമായിട്ട് എന്ത് ബന്ധമുള്ളത്? സ്ത്രീകളെല്ലാരും ഉടുതുണി അയച്ച് നടക്കുന്നെന്നാണ് ഇതൊക്കെ കേട്ടാ തോന്നുന്നത്. ആളുകളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നു അവിടെയുള്ള സ്ത്രീകളൊക്കെ ഉടുതുണി കഴിച്ചിട്ടാണ് നടക്കുന്നത്. എന്തൊരു കഷ്ടമെന്നാ പറയേണ്ടത്? ഞാൻ പറയുന്നത് എനിക്കിപ്പം പ്രതികരിക്കണം തന്നെ തോന്നലില്ല. പക്ഷെ നിങ്ങളൊക്കെ വിളിക്കുമ്പോ പ്രതികരിക്കാതിരിക്കാനും പറ്റില്ല. അതെ, പ്രതികരിക്കാതിരിക്കാനും കഴിയില്ല. അതെ, വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാവണമെന്ന് കരുതുന്നില്ലേ? പിന്നെ സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങൾ എന്തെല്ലോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകുമ്പോ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാത്തിനും ഡൈവേർട്ട് ചെയ്ത് വിടാ ചെയ്യുന്നത് എന്തൊരു കഷ്ടമാണ്. അതും ഇദ്ദേഹത്തെ പോലെയുള്ള വിദ്യാഭ്യാസമുള്ള മനുഷ്യന്മാരാണ്. ചില മൊല്ലാക്കന്മാരൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് പോട്ടെ, അവരുടെ കിതാബുകൾ അങ്ങനെയാന്ന് പറയാം. എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്.
ഇതൊക്കെ യോജിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ കൂടിയവരെല്ലാം വസ്ത്രം ധരിക്കാതെ ഇരിക്കുന്ന ആൾക്കാരായിരുന്നോ? നമ്മൾക്ക് അദ്ദേഹം പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അവരെല്ലാം ഡ്രസ്സൊക്കെ ഏതെല്ലാം തരത്തിൽ ഉപയോഗിച്ച ആൾക്കാരാണ്. എന്തൊരു കഷ്ടമാണ് ഇതിങ്ങനെ. മാനസിക രോഗം എന്നാണ് ഞാൻ പറയുന്നത്, ലൈംഗിക മാനസിക രോഗം എന്നാണ് പറയുന്നത്. ഇത് കുറെ കാലം കഴിയുമ്പോൾ ഇവർക്ക് പ്രായം കൂടി വരുമ്പോൾ സ്ത്രീകളെ അവയവങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സംതൃപ്തി നേടുന്നുണ്ടാവും. പിന്നെ എന്താ പറയണ്ടേ? ഒന്നിനും പറയാതിരിക്കാൻ വിചാരിച്ചതാ, ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഇത്തരം മനോരോഗികളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. തീർച്ചയായും. വളരെ നന്ദി ശ്രീമതി VP സുഹ്ര ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. എന്തായാലും വലിയ രീതിയിൽ സാംസ്കാരിക കേരളം ഈ വിഷയം ചർച്ച ചെയ്യണം എന്നത് തന്നെയാണ് VP സുഹ്രയും ആവശ്യപ്പെടുന്നത്. കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശം, സ്ത്രീകളുടെ അവയവങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് നടത്തിയ വളരെ പിന്നോക്ക നിലപാട് സ്വീകരിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം പരസ്യമായി പറയുകയാണ്, അധ്യാപകരടക്കം ഇരിക്കുന്ന വേദിയിൽ അവരെ കൈ ചൂണ്ടിക്കൊണ്ട് തന്നെ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് മുന്നോട്ട് നടക്കുന്നത്, നിങ്ങൾ പിന്നോട്ട് നടക്കൂ, കാലങ്ങൾ പുറകിലേക്ക് പോകൂ, പൂർവികർ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി എന്നൊരു ആജ്ഞാപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. എന്തായാലും ഇനി വരും മണിക്കൂറുകളിൽ ഈ വിഷയം ഏത് തരത്തിൽ ചർച്ചയാകുമെന്ന് നമുക്ക് കണ്ടറിയാം.